KVN പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന യാഷ് നായകനാവുന്ന ഗീതു മോഹൻദാസ് സിനിമ ടോക്സിക് 4 വർഷത്തിന് ശേഷം യാഷിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നതാണ്. ഇപ്പോൾ നിർഭാഗ്യവശാൽ സിനിമയുടെ റിലീസ് മാറ്റിവെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധസമാനമായ പ്രശ്നങ്ങളുടെ സാഹചര്യത്തിലാണ് സിനിമയുടെ റിലീസ് മാറ്റുന്നത് എന്നാണ് ടോക്സിക് ടീം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളത്. മാർച്ച് 19 റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു ടോക്സിക്. എന്നാൽ സിനിമ റിലീസ് മാറ്റിവെച്ചിരിക്കുന്നത് ജൂൺ മാസം 4 തീയതിയിലേക്കാണ്. എന്നാൽ നമുക്കെല്ലാവർക്കും സ്വാഭാവികമായി തോന്നുന്ന ഒരു കാര്യം എന്താണെങ്കിൽ ടോക്സിക് എന്ന സിനിമ ഒരു A സർട്ടിഫിക്കറ്റ് സിനിമയാണ്. മിഡിൽ ഈസ്റ്റിൽ എന്തായാലും റിലീസ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. പിന്നെ എന്തിനാണ് മിഡിൽ ഈസ്റ്റിനെ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ പേരിൽ ടോക്സിക് എന്ന സിനിമ റിലീസ് മാറ്റിവെക്കുന്നത്? യഥാർത്ഥത്തിലുള്ള കാരണം ഈ യുദ്ധസമാനമായ സാഹചര്യം തന്നെയാണോ എന്നാണ് നമുക്കിതിപ്പോഴും മനസ്സിലാകാത്തത്. ഈ സാഹചര്യത്തിലാണ് പ്രൊഡക്ഷൻ കമ്പനിയായ KVN ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടത്. കാരണം എന്താണെങ്കിൽ ജനനായകൻ എന്ന സിനിമയുടെ നിർമ്മാതാക്കൾ KVN പ്രൊഡക്ഷൻസ് ആണ്. അവരുടെ ഈ സിനിമ എന്ന് റിലീസ് ചെയ്യുമെന്ന് ഒരു ധാരണയുമില്ല. പൂർണ്ണമായും ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായ ജനനായകൻ തിയേറ്ററിൽ എത്തിക്കാതെ ₹1 പോലും തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോഴാണ് മാർച്ച് 19 എന്ന ദിവസത്തിൽ ടോക്സിക്കിൻ്റെ റിലീസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ടോക്സിക്കിൻ്റെ റിലീസിൻ്റെ അതേ ദിവസം തന്നെയാണ് ദുരന്തർ 2 എന്ന എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദുരന്തറിൻ്റെ 2ാം ഭാഗത്തിൻ്റെ റിലീസ്. തീർച്ചയായും ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ക്രീനുകളും ദുരന്തർ 2 കൈയടക്കുമെന്നതിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ദുരന്തർ 2 ഒരു ക്ലാഷ് വെച്ചുകൊണ്ട് ഈ ടോക്സിക് എന്ന സിനിമയെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളത് KVN പ്രൊഡക്ഷനെ സംബന്ധിച്ച് വളരെയധികം വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. അത് തന്നെയാവും സിനിമയുടെ റിലീസ് ജൂൺ 4 തീയതിയിലേക്ക് മാറ്റുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ബ്രഹ്മാണ്ഡ സോളോ റിലീസായിരിക്കും ടോക്സിക് ലക്ഷ്യമിടുന്നത്. അത് ജൂൺ 4 തീയതി സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ കാത്തിരിക്കാം സിനിമാ ലോകത്തെ മറ്റു വിശേഷങ്ങൾക്കായി.